ACV ന്യൂസും AAM ലോ കോളേജും സംയുക്തമായി എക്സലൻസ് അവാർഡ് 2026 സംഘടിപ്പിച്ചു. ACV ന്യൂസിന്റെയും AAM ലോ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ CBSE സ്റ്റേറ്റ് സിലബസ് +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് 2026 കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. സോപാനം ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ മകൾ മീനാക്ഷി ഉണ്ണികൃഷ്ണന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമു എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നിൽ ശാന്തിയറിയണമേ. ACV മാർക്കറ്റിംഗ് ഹെഡ് ബിജു ജോസ് അധ്യക്ഷത വഹിച്ചു. IT യുഗവും കഴിഞ്ഞ് നിങ്ങൾ AI യുഗത്തിലാണ് ജീവിക്കുന്നത്. എന്നിരുന്നാലും നാളെ നിങ്ങളിപ്പോൾ മിന്നും വിജയം നേടി എല്ലാ സബ്ജക്ട്സിനും ഫുൾ A+ ഒക്കെ നേടി വിജയശ്രീലാളിതരായിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കണം, നിങ്ങളെ ഒരു തൊഴിലിന് പ്രാപ്തനാക്കുന്നത് അല്ലെങ്കിൽ പ്രാപ്തിയാക്കുന്നത് നിങ്ങളുടെ സ്കിൽസ് ആയിരിക്കും. 90% മാർക്ക് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു ഇൻ്റർവ്യൂവറും നിങ്ങളുടെ അടുത്ത് മാർക്ക് ചോദിക്കില്ല, നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് മാത്രമേ നോക്കുകയുള്ളൂ. സോ ഇത് കഴിയുമ്പോഴും തുടർന്നുള്ള കോഴ്സുകളിൽ നിങ്ങൾ പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇന്നലെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരികയാണ്. ഞാൻ ഇന്നലെ തൃശ്ശൂരായിരുന്നു. ഇന്നലെ തന്നെ തൃശ്ശൂരും ചങ്ങനാശ്ശേരിയിലും ഒക്കെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. ഇനിയും ധാരാളം ഇതുപോലത്തെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ തൃശ്ശൂരിൽ ഞാൻ ഒരു വലിയ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾ, ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ആൾക്കാർ ഒന്ന് കൈപൊക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഒരു 8-10 കൈയെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. ഒരാളാണ് കൈപൊക്കിയത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പത്രം വായിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അതിന് വേറെ എന്തെങ്കിലും മീൻസ് വഴി നിങ്ങൾ വിരൽത്തുമ്പിൽ ഇൻഫർമേഷനുണ്ട്, കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇപ്പോൾ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം നിങ്ങൾക്ക് പ്രോംപ്റ്റ് വരും, അതങ്ങ് അടിച്ചു പോയാൽ മതി. നല്ല പ്രൊഫഷണൽ എന്ന് തോന്നുന്ന മെയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഇമെയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നാളെ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ധാരാളം കമ്മ്യൂണിക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തണം. അപ്പോൾ നിങ്ങൾ ഇമെയിൽ ആയിരിക്കും ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്താൽ നല്ല വടിവൊത്ത ഇമെയിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്നത്, എനിക്കൊരു ഏകദേശം ഒരു 20 വർഷത്തോളം ഈ മേഖലയിൽ, ഈ മീഡിയ മാർക്കറ്റിംഗ് മേഖലയിൽ എനിക്ക് പരിചയമുണ്ട്. കിട്ടുമ്പോൾ തന്നെ ഒരൊറ്റ മാത്രയിൽ തന്നെ അത് AI ജനറേറ്റഡ് ആണെന്ന് അത് വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ അതേസമയം നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് എഴുതിയ മെയിലാണെങ്കിൽ അതും മനസ്സിലാവും. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, തുടർ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പ്രാസംഗികനൊന്നുമില്ല. അപ്പോൾ എല്ലായിടത്തും പോയി ഓരോ രീതിയിലുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള പ്രസംഗങ്ങൾ ചെയ്യാനും പറ്റത്തില്ല. കാര്യം ഇത് ഞങ്ങൾ ലൈവ് കാണിക്കുന്നുണ്ട്, സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഒരേ പ്രസംഗം തന്നെ എല്ലായിടത്തും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കുട്ടികൾക്കറിയായിരിക്കും, ഇവിടെ വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു AI പ്ലാറ്റ്ഫോമാണ് ക്ലൗഡേ ഞാൻ അത്യാവശ്യം എൻ്റെ തൊഴിൽപരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഞാൻ ഇന്നലെ ആലോചിച്ചു, ഈ ക്ലൗഡയോടൊന്ന് ചോദിക്കാം. ഇതിന് കൃത്യമായിട്ടുള്ളൊരു പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു, ഇന്നതാണ് എൻ്റെ ആവശ്യം, അങ്ങനെ നല്ലൊരു സ്പീച്ചിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാമോ എന്ന് ക്ലൗഡയോട് ഞാൻ പ്രോംപ്റ്റ് വഴി ചോദിച്ചു. ക്ലൗഡേ തന്ന സാധനം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ക്ലൗഡേ ഇതെല്ലാം വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് വിജയാശംസകൾ എല്ലാം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ വാക്ക് ആദരാഞ്ജലികൾ എന്നായിപ്പോയി. ഇപ്പോൾ +2-ന് 90% കിട്ടിയ കുട്ടിക്ക് ക്ലൗഡേ എനിക്ക് തന്ന റിപ്ലൈ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു 100% AI മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുപോലെ ഇവിടെ നമ്മുടെ കരിയർ ഗൈഡൻസിൻ്റെ വളരെ മനോഹരമായി അദ്ദേഹം ഒരു സെഷൻ നടത്തി.
അപ്പോൾ അതിൽ കൂടുതൽ എനിക്ക് പറയാൻ ഇല്ല. എങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം വെച്ചിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു വൊക്കാബുലറി നോക്കുകയാണെങ്കിൽ അധികം പദങ്ങളൊന്നും ഉണ്ടാവില്ല. എൻജിനീയർ, ഡോക്ടർ, നീറ്റ്, JEE, പിന്നെ IIM, IIT, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തോട്ട് ചിന്തിക്കുന്നില്ല. അതിനപ്പുറത്തോട്ടും ചിന്തിക്കണം. അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ്. കുട്ടികളുടെ ചോയ്സ് അനുസരിച്ച് പോട്ടെ. അത് അധ്യാപകനാകണമെന്ന് പറയുകയാണെങ്കിൽ അധ്യാപകനായി പോട്ടെ, വക്കീലാകണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പോട്ടെ. നിങ്ങൾ നിർബന്ധിച്ച് പോകുന്ന കരിയർ അവർക്കൊരു ദുരന്തമായി തീരും. നിങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ അത് കാണേണ്ടി വരും. എൻ്റെ ഒരു അർദ്ധ സഹോദരന് സംഭവിച്ചൊരു കാര്യം കൂടി പറയാം. അവൻ AIM ലോ കോളേജ് പ്രിൻസിപ്പൽ ആശ സ്വാഗതം പറഞ്ഞു. നമുക്കെല്ലാവർക്കും സുപരിചിതയായ ശ്രീമതി ഹണി പീതാംബരൻ, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് മറ്റൊരു മുഖ്യാതിഥി. അദ്ദേഹത്തെ ശ്രീമതി ഹണി മാഡത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഫിനാൻസ് ഹെഡ് തൃശ്ശൂർ റീജിയൻ ആയിട്ടുള്ള ശ്രീ പ്യാരിലാൽ, ശ്രീ അനിൽ, തൃശ്ശൂർ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ, റീജിയണൽ പേഴ്സണൽ ഓഫീസർ സിറിൽ എന്നിവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി ഈ ഒരു എഡ്യൂക്കേഷണൽ എക്സലൻസി അവാർഡിന് നേതൃത്വം നൽകുന്ന ACVയുടെ എല്ലാവിധ ഓഫീസ് മെമ്പേഴ്സിനും അംഗങ്ങൾക്കും ഒപ്പം ശ്രീകുമാര സമാജത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും അവരെയും കൂടി ഞാൻ സസ്നേഹം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള, അതായത് തങ്ങളുടെ കഴിഞ്ഞ 2 വർഷത്തെയോ അധ്വാനത്തിൻ്റെ ഫലമായി നേടിയ ആ സമ്മാനങ്ങൾ അഭിമാനത്തോടെ ഏറ്റുവാങ്ങുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ള +2 കഴിഞ്ഞിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും, അവരോടൊപ്പം വന്നിട്ടുള്ള പാരൻസ്, മാതാപിതാക്കൾ, കൂടാതെ AIM കോളേജ് ഓഫ് ലോയിലെ 18 നമുക്ക് ഫസ്റ്റ് ക്ലാസ് നേടിയ 18 വിദ്യാർത്ഥികളുണ്ട്. അവരെയും കൂടി വ്യക്തിപരമായിട്ട് ഞാൻ ഈ എഡ്യൂക്കേഷൻ എക്സലൻസി അവാർഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിൽ പ്രശസ്ത ട്രെയിനറും എക്സൽ സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ LLPയുടെ ഡയറക്ടറുമായ MK പ്രസാദ് വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. ആയിരിക്കരുത് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആരുടെ തീരുമാനമായിരിക്കണം? കുട്ടിയുടെ തീരുമാനം. അവൻ്റെ പാഷൻ. നിങ്ങൾക്ക് പാഷൻ ഉണ്ട്. മാത്തമാറ്റിക്സ് ടീച്ചറെ കാണുമ്പോൾ തന്നെ അതേ വരണുണ്ട് എന്നാണ് നമ്മുടെ മനസ്സിലെങ്കിൽ മാത്തമാറ്റിക്സ് എടുക്കരുത്, BTech എടുക്കരുത്, എഞ്ചിനീയറിംഗ് എടുക്കരുത്, മാത്സ് ഇല്ലാത്തൊരു കോഴ്സ് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളുടെ പാഷനുള്ള, അതിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ തീരുമാനമാകരുത്, നിങ്ങളുടെ പാരൻസിൻ്റെ തീരുമാനമാകരുത്, അയൽവക്കക്കാരൻ്റെ തീരുമാനമാകരുത്. നിങ്ങളുടെ ചോയ്സ് ആയിരിക്കണം. ഒരു കുട്ടിക്ക് +2 ഒരു നല്ല മാർക്കുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ അവൻ തിരഞ്ഞെടുത്ത കോഴ്സ് അവൻ ഇഷ്ടപ്പെട്ടതല്ല, അവൻ്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ളതല്ല, അവൻ്റെ ഇൻട്രസ്റ്റിന് അനുസരിച്ചുള്ളതല്ല, അവൻ്റെ പാഷന് അനുസരിച്ചുള്ള, അവൻ്റെ കഴിവിനനുസരിച്ചുള്ളതല്ല. വേറൊരു കുട്ടിക്ക് +2 കുറച്ച് മാർക്ക് കുറവാണ്, പക്ഷെ അവൻ തിരഞ്ഞെടുത്ത കോഴ്സ് അവൻ്റെ അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ്, അവൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ്, അവൻ്റെ കഴിവിനനുസരിച്ചിട്ടാണ്. ആരായിരിക്കും ജീവിതത്തിൽ അതിൽ വിജയിക്കുക? ആരുടെ സന്തോഷമായിരിക്കും 5 കൊല്ലം കഴിയുമ്പോൾ നന്നായിട്ട് പോകുന്നത്? ആരുടെ ജീവിതമായിരിക്കും? ഈ രണ്ടാമത് മാർക്ക് കുറഞ്ഞവൻ്റെ ആയിരിക്കും. കാരണം അവൻ എടുത്തിരിക്കുന്നത് അവന് താല്പര്യമുള്ളതാണ്, അവന് ഉഴപ്പില്ല, അവൻ പഠിക്കും. ഉഴപ്പ് ഒരുപാട് കണ്ടിട്ടുള്ള എൻ്റെ പറയുന്നതാണ്. ഒരുപാട് ഉഴപ്പുകൾ കണ്ടിട്ടുണ്ട്. അതിനപ്പുറം ഈ 25 കൊല്ലത്തിനപ്പുറം ഈ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ ക്ലാസ് എടുത്തിരുന്നതാണ്. ഈ നമ്മുടെ SN വിദ്യാഭവൻ അടക്കം ഞാൻ ഒരുപാട് 33 കൊല്ലത്തെ അധ്യാപന പരിചയമുണ്ട്. അതിൻ്റെ പുറത്ത് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ കുട്ടികളുടെ ചോയ്സ്. പാരൻസ് ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. വരോന്നേ, നിങ്ങളുടെ കുട്ടികളുടെ അഭിരുചിക്കും ഇഷ്ടത്തിനും പിന്നെന്താ കഴിവിനും അനുസരിച്ചുള്ള കോഴ്സാണ് അവർക്ക് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ആ കോഴ്സ് വളരെ വിവേകത്തോടു കൂടി തിരഞ്ഞെടുക്കുക. ചോയ്സ് നിങ്ങളുടെയാണ്. നമുക്ക് ഏത് ചോയ്സ് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഈ അടുത്തൊരു 5 വർഷം 4-5 വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ കുട്ടികളുടെ അടുത്തൊരു 4-5 വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. വേണമെങ്കിൽ നമുക്ക് ഈ അടുത്തൊരു 4-5 വർഷം കളിച്ച് ചിരിച്ച് അടിച്ചു പൊളിച്ച് അല്ലെ ആർമാദിച്ച് സന്തോഷിച്ചൊക്കെ അടുത്ത 5 വർഷം നടക്കാം. ബാക്കി ജീവിതം മുഴുവൻ എന്ത് ചെയ്യാം? കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ ജീവിക്കാം. ഒരു ചോയ്സ്, ആദ്യത്തെ ചോയ്സ്. രണ്ടാമത്തെ ചോയ്സ് എന്താ? അടുത്ത 5 വർഷം കുറച്ച് എഫേർട്ട് എടുത്ത് പഠിക്കാം. അടുത്ത 5 വർഷം
നല്ലൊരു കോഴ്സ് എടുത്ത് കുറച്ച് എഫർട്ട് എടുത്ത് പഠിക്കുക, ബാക്കി ജീവിതം മുഴുവൻ ആർമാദിക്കാം, സന്തോഷിക്കാം, സമ്പത്തിൽ ജീവിക്കാം. ഡോക്ടർ എറിക് ബേൺ എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ഡോക്ടർ എറിക് ബേൺ. അദ്ദേഹം പറയുന്നതാണ്, നമ്മൾ ദരിദ്രനായി അല്ലെങ്കിൽ ഒരാൾ ദരിദ്രനായി ജനിക്കുന്നത് ആരുടെയും കുറ്റമല്ല. ആണോ? ഒരാൾ ദരിദ്രനായിട്ട് ജനിക്കുന്നത് ആരെങ്കിലും കുറ്റമാണല്ല. പക്ഷേ ദരിദ്രനായി മരിക്കുന്നത് അവൻ്റെ കുറ്റം തന്നെയാണ്. എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സൈക്കോളജി ശാഖയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ നിന്നുള്ളൊരു ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സെൻറ്റൻസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരാൾ ദരിദ്രനായി ജനിക്കുന്നത് ആരുടെയും കുറ്റമല്ല, എന്നാൽ ദരിദ്രനായി മരിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? ആ വ്യക്തിയുടെ കുറ്റമാണ്. എന്നുവെച്ചാൽ ഒരുപാട് റിസോഴ്സ് ലോകത്തുണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്, ഒരുപാട് റിസോഴ്സ് ഉണ്ട്. ഇത് ഏതെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്തി നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അതാണ് കുറ്റമാണെന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഒരുപാട് നിങ്ങളുടെ ഏത് അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകളും നമ്മുടെ ലോകത്തുണ്ട്. നാം അതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൻ്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് സക്സസ് ഈസ് എ ചോയ്സ് എന്നാണ്. സക്സസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. ജീവിതത്തിലെ സക്സസ് ആണ്, പരീക്ഷയിലെ സക്സസ് അല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. സക്സസ് ഈസ് എ ചോയ്സ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ AI കാലമാണ്, പുതിയ ടെക്നോളജികൾ വരുന്നു, പഠിച്ചിട്ടൊക്കെ എന്താ കാര്യം? പക്ഷേ നമ്മളുടെ വിദ്യാഭ്യാസം, ഏത് AI വന്നാലും ഏത് ടെക്നോളജി വന്നാലും നമ്മൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ പറ്റില്ല. എല്ലാ കാലത്തും വിദ്യാഭ്യാസം. പരിപാടി മന്ത്രി OJ ജനേഷ് ഉദ്ഘാടനം ചെയ്തു. ACVയുടെ മാർക്കറ്റിംഗ് ഹെഡ് ശ്രീ ബിജു ജോസ്, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സമയം ഏതാണ്ട് 2:10. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? എനിക്കും നന്നായി വിശക്കുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. ഈ ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് അവസാനത്തെ വിജയവുമല്ല, ഇനിയും ഒരുപാട് വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരാജയപ്പെട്ടു പോയാൽ അതോടെ എല്ലാം തീർന്നു എന്ന് കണക്കാക്കുകയും വേണ്ട. വീണ്ടും പൊരുതി പഠിച്ച് ഉന്നതമായ വിജയങ്ങൾ നേടാനുള്ള അവസരങ്ങൾ വീണ്ടും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ SSLC +2 അവാർഡ് ജേതാക്കളായി മാറിയ മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച മന്ത്രി അവരുടെ വിജയം സമൂഹത്തിനാകെ അഭിമാനകരമാണെന്നും കഠിനാധ്വാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഫലമാണ് ഈ നേട്ടമെന്നും പറഞ്ഞു. ചടങ്ങിൽ കയ്പമംഗലം MLA KK വത്സരാജ്, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. അത്തരത്തിലുള്ളൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഉയർന്ന ഉന്നത വിജയം കരസ്ഥമാക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധ്യമാകുന്നത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടാതെ പോയ ധാരാളം വിദ്യാർത്ഥികളും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരുടെ പഠന നിലവാരത്തിലുള്ള പരിമിതി മാത്രമായിക്കൊള്ളണമെന്നില്ല, വീടിൻ്റെയും അതുപോലെ തന്നെ വിദ്യാലയങ്ങളുടെയൊക്കെ പരിമിതികളും പോരായ്മകളും എല്ലാം, അത്തരം സാഹചര്യങ്ങളും ഇങ്ങനെ പുറകിൽ പോകാൻ അവരെ ഇടയാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെ കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം. ഒരിക്കൽ പുറകിൽ പോയി എന്നുള്ളത് കൊണ്ട് അത്തരം കുട്ടികൾ എല്ലാ കാലത്തും പുറകിൽ പോകേണ്ടവരായി നിൽക്കേണ്ടവരല്ല. അവർക്കും അവരുടെ ജീവിത സാഹചര്യങ്ങളിലും പഠന സാഹചര്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാക്കിയാൽ നിങ്ങളെപ്പോലെ തന്നെ ഏറ്റവും മികവാർന്ന വിജയം കരസ്ഥമാക്കി അവർക്കും സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടിയെടുക്കാൻ അത് അവർക്കും സാധ്യമാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് ഒരിക്കൽ നമ്മൾ വിജയം നേടി എന്നുള്ളത് കൊണ്ട് കലാകാലം നമുക്ക് ആ വിജയം ആവർത്തിച്ചു കൊള്ളണമെന്നില്ല. കഠിനമായ പരിശ്രമവും തുടർന്നുള്ള ജാഗ്രതയും ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ഈ വിജയ നിലവാരം നിലനിർത്തുകയും കൂടുതൽ മെച്ചപ്പെട്ട വിജയത്തിലേക്ക് കടക്കാനും സാധിക്കുന്നത്. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് ഇത്തരം അനുമോദനങ്ങളോ ആദരവുകളോ നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അന്നത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങളിൽ നിന്നൊക്കെ വളരെ മാറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ SSLC കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ കൂടിയാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ളൊരു പഠന സമ്പ്രദായമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി നല്ല നമുക്ക് A+ എന്നുള്ളത് ജീവിതത്തിൽ A+ നേടുമ്പോഴാണ് നമ്മൾ അത് വിജയം നേടുകയുള്ളൂ. അല്ലാതെ ഈ ഒരു കടമയല്ല നമ്മൾ കടക്കുമ്പോൾ A+ നേടി ഞാനൊരു ഫുൾ A+ കാര്യമാണ് അല്ലെങ്കിൽ അത് എൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ് നിങ്ങളുടെയൊക്കെ. തീർച്ചയായിട്ടും ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നിങ്ങൾ ഫുൾ A+ കരസ്ഥമാക്കിയിട്ടുള്ള നല്ല ഉന്നത 90% മാർക്കൊക്കെ മേടിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ പുറകിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ ഒരു ചെറു വാക്ക് എന്ന പോലെ സൂചിപ്പിച്ചു. കാരണം ഈ +2 വരെയൊക്കെ പുറയിൽ നിന്നുകൊണ്ട് നിങ്ങളെ അത് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ആ വിഷയത്തിന് നിങ്ങൾക്ക് കുറവുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കാൻ അധ്യാപകരും മറ്റുള്ളവരും ഉണ്ടാവും. പക്ഷേ അതിന് ശേഷമുള്ളതിലേക്ക് നിങ്ങൾ തന്നെയായിരിക്കണം മുന്നോട്ടുള്ള ജീവിതം തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ആ നല്ല മുന്നോട്ടുള്ള പോക്ക് നല്ലത്. നിങ്ങളുടെ ഒരു ലക്ഷ്യം എനിക്ക് ഇന്നതാകണം, ആ ലക്ഷ്യത്തിലേക്ക് എത്ര പരാജയപ്പെട്ടാലും ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നവരെ പരിശ്രമിച്ചാൽ ആ ലക്ഷ്യം നേടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം പ്രയോജനപ്പെടുത്തി നന്നായിട്ട് മുന്നോട്ട് പോയി നല്ല പൗരന്മാരായി നാടിന് സമൂഹത്തിന് നമ്മളെന്ത് ആയാലും നമ്മൾ കുറേ സമ്പാദിച്ച് കുറേ ആയിട്ട് കാര്യമില്ല, പക്ഷെ സമൂഹത്തിന് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് തിരിഞ്ഞ്
നമ്മുടെ നാട്ടിലെ പാർശ്വവൽക്കപ്പെട്ട ഒത്തിരി ആളുകളുണ്ടാവും സമൂഹത്തിൽ. നമ്മളുടെ കൂടെയുള്ളവരെങ്ങനെയാണ്, ഏതിലൊക്കെയാണ്, അവരെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും, അതൊക്കെ കൂടി നല്ല മനുഷ്യത്വമുള്ള നല്ല മനുഷ്യരായി തീരാൻ എൻ്റെ മക്കൾക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച ഈ ഭാരവാഹികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളെ അഭിനന്ദിച്ച അവർ ഭാവിയിലും ഇതിലും മികച്ച ഉയരങ്ങൾ കീഴടക്കാൻ ആശംസകൾ നേർന്നു. തുടർന്ന് CBSE സ്റ്റേറ്റ് സിലബസ് +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോകൾ നൽകി ആദരിച്ചു. कमिता PBGHS, गोपिका शंकर पवंस, अभिजित NS PBMGHS, नेजहा फातिमा KKTM, आमिना SSMHS, താങ്ക് യു സർ. അടുത്തതായി അവാർഡ് കൊടുക്കുന്നതിനായി നമ്മുടെ മുഖ്യാതിഥി കയ്പമംഗലം MLA KK വത്സരാജ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കരിയായ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. फातिमा KKTM, आयशा KKTM, मुनवीरा KKTM, आद्या KA Boys School, Nasratul Mawlid Boys School, Arsha Pia Boys School, Jessia Fatima PS Boys School, Sigma Boys School, Estelle Maria KKTM. താങ്ക് യു മാം. അടുത്തതായി നമ്മുടെ മന്ത്രി OJ ജനീഷ് സാറിനെ തന്നെ വീണ്ടും ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. Naina TR Boys School, Atmana Santosh Panangad,
സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് പുതിയ ലോകം പകർന്നു നൽകിയ ഗുരുശ്രീ പബ്ലിക് സ്കൂളിലെ ശ്രുതി ടീച്ചറെ ആദരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. ഏഷ്യാനെറ്റ് റീജിയണൽ പേഴ്സൺ ഓഫീസർ സിറിൽ നന്ദി രേഖപ്പെടുത്തി. ഇവിടെ നമുക്ക് നമ്മുടെ മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവർക്കും സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വക ഒരു ആശംസകളും അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് എയിംസ് കോളേജ് ഓഫ് ലോസ് നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ACV, ഇവിടുത്തെ സംഘാടകർ, എല്ലാവർക്കും ഒറ്റ ഭാഗ്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ സമൂഹത്തിന് മുന്നിൽ ആദരിക്കുകയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ACV ന്യൂസും AIM ലോ കോളേജും എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് 2026 സംഘടിപ്പിച്ചത്. തൃശൂർ റീജിയൻ ഹെഡ് പ്യാരിലാൽ, മാർക്കറ്റിംഗ് കോർഡിനേറ്റർ അനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പുതിയ ഡിവിഷൻ എൻ്റർപ്രൈസസ് എന്നുള്ളൊരു ഡിവിഷനും കൂടി നമ്മൾ ആരംഭിച്ചു. ഏഷ്യാനെറ്റ് എത്തിപ്പെടാൻ പറ്റാത്ത ഉള്ളേരിയകളിൽ ഇൻഡയറക്റ്റ് സംവിധാനം അവിടുത്തെ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുമായി ചേർന്ന് സംഘടിപ്പിച്ചു. പുതിയ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള സൗകര്യങ്ങളായി ഇൻഡയറക്റ്റ് സർവീസ് നമ്മൾ ആരംഭിച്ചു. ഇതെല്ലാം ഈ മേഖലയിൽ വ്യത്യസ്തങ്ങളായി വരുന്ന കാര്യങ്ങളെ അബ്സോർവ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കുന്നു എന്നുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു ഞങ്ങൾ നടത്തിയത്. ഏതായാലും ഈ 30 വർഷത്തെ ഞങ്ങളുടെ സേവനം കൊണ്ട് തന്നെ ജനങ്ങളിൽ ഇന്ന് വിരൽത്തുമ്പിൽ കാര്യങ്ങൾ സംഘടിപ്പിക്കാനും സംസാരിക്കാനും സാധിക്കുന്ന തരത്തിൽ പ്രാപ്തരാക്കാൻ, കേരള ജനതയെ പ്രാപ്തരാക്കാൻ ഏഷ്യാനെറ്റ് സാധിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ഏഷ്യാനെറ്റിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നമ്മളുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ അതുപോലെ തന്നെ ഏത് മേഖലയിലായാലും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനും അവരെ ആ കഴിവിൽ പരിപോഷിപ്പിക്കാനും ഉള്ള ഒരു ഉദ്യമം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ എക്സലൻസ് അവാർഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. ACV ന്യൂസ് കോർഡിനേറ്റർ സിബീഷ് MS, ന്യൂസ് റീഡേഴ്സ് ദിലീപ്, ലിഷ, അനീറ്റ എന്നിവർ നേതൃത്വം നൽകി.